പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനമറിയിക്കുന്നു. ഈ സമയം ചിന്തയ്ക്കായെടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് യേശു വിശുദ്ധനെന്നും സത്യവാനെന്നും മൂന്നാമത്തെ കർത്താവിൻ്റെ സവിശേഷത ദാവീദിൻ്റെ താക്കോൽ ഉള്ളവനാണ്. ദാവീദിൻ്റെ താക്കോൽ ഉള്ളവൻ, അതായത് ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെയും ശക്തിയുമാണ് കാണിക്കുന്നത്. ദാവീദ് ഇസ്രയേലിലെ ഏറ്റവും മഹാനായ ഒരു രാജാവായിരുന്നു. നമ്മുടെ കർത്താവ് ദാവീദിൻ്റെ കർത്താവും ദാവീദിൻ്റെ പേരും ദാവീദിൻ്റെ വംശവും ഉദയനക്ഷത്രവും ആകുന്നു. യഥാർത്ഥ രാജാവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. യേശു രാജാതിരാജാവും കർത്താതികർത്താവും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. 2 ശമൂവേൽ 7-ാമത്തെ അധ്യായം 3 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുകയാണ്, നിന്റെ മകൻ ശലോമോൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരെ അടികൊണ്ടും ശിക്ഷിക്കും. എങ്കിലും ശൗലിനെ എൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞതുപോലെ ഞാൻ അവനെ തള്ളിക്കളയുകയില്ല. അവൻ്റെ രാജ്യത്വം നീങ്ങിപ്പോകത്തില്ല എന്ന് കർത്താവ് പറയുകയാണ്. ഇത് നമ്മുടെ കർത്താവിൻ്റെ അധികാരത്തെയും ശക്തിയുമാണ് ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് പ്രപഞ്ചം മുഴുവനുമായിട്ടുള്ള അധികാരം കർത്താവിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. നാം ഇനി മത്തായി സുവിശേഷം 7-ന്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല. അപ്പോൾ കർത്താവിൻ്റെ ഉപദേശം അധികാരമുള്ളവനായിട്ടാണ് കർത്താവ് ഉപദേശിച്ചത്. പ്രിയമുള്ളവരെ, ലോകത്തിൽ പല ഉപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. പല ഉപദേഷ്ടാക്കന്മാർ, ചെറുതും വലുതുമായ നല്ല ഉപദേഷ്ടാക്കന്മാർ, ബുദ്ധിമാന്മാരുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഉപദേശം ഒരു വ്യത്യസ്തമായിരുന്നു. കാരണം യേശു ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അധികാരത്തോടെയാണ് യേശു സംസാരിച്ചത്. അതുകൊണ്ട് ജനം കർത്താവിൻ്റെ ഉപദേശത്തിൽ അവർ ആശ്ചര്യപ്പെടുവാനായിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉപദേശത്തിൽ യേശു അധികാരമുള്ളവൻ. മാർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു.
അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ അവർ വാദിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 4:36 അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു. സ്തോത്രം. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അധികാരത്തോടും ശക്തിയോടും കൂടി അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, വിട്ടുപോകുവാനായി കൽപ്പിക്കുമ്പോൾ അവ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5:27 വാക്യത്തിൽ അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ന്യായവിധി നടത്തുവാൻ നമ്മുടെ കർത്താവിന് അധികാരം ഉണ്ട് എന്ന് മറന്നു കളയരുത്. അതിനോടനുബന്ധിച്ച് നാം മത്തായി സുവിശേഷം 21-12 വാക്യം വായിക്കുമ്പോൾ യേശു ദൈവാലയത്തിൽ ചെന്ന് ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി പൊന്മാണിഫക്കാരുടെ മേശകളെയും പ്രാവുകളെയും വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അവരോട് എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അതേ യെരുശലേം ദൈവാലയത്തിലേക്ക് പോയപ്പോൾ യെരുശലേം ദൈവാലയം ഒരു കച്ചവട സ്ഥലമായി മാറിയിരിക്കുന്നതായിട്ട് നമ്മുടെ കർത്താവ് കണ്ടു. അതാണ് കർത്താവ് അവരെ ആലയത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. അധികാരത്തോടെ കർത്താവ് ആ പ്രവൃത്തി ചെയ്യുവാനായിടയായി തീർന്നു. അവരെല്ലാം ചോദിക്കും, നിനക്ക് ഈ അധികാരം തന്നത് ആർ എന്ന് കർത്താവിനോട് അവിടെയുള്ള ആ പുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ കാണുകയാണ്. അപ്പോൾ ഈ നിമിഷം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. കാറ്റിനെ കടലിനെ ശാസിച്ചു അവൻ അമർന്നു നിൽപ്പാനായിടയായി തീർന്നു. നമ്മുടെ കർത്താവിന് മരണത്തിന്മേൽ അധികാരമുണ്ട്. നമ്മുടെ കർത്താവിന് രോഗത്തിന്മേൽ അവന് അധികാരമുണ്ട്. കർത്താവിന് അശുദ്ധാത്മാക്കളുമേൽ അധികാരമുണ്ട്. യേശുവിന് ന്യായവിധിയുടെ മേൽ അധികാരമുണ്ട്. സർവത്തിന്മേൽ നമ്മുടെ കർത്താവിന് അധികാരവും ശക്തിയുമുണ്ട് എന്ന് നാം തിരുവചനങ്ങളിലൂടെ മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ 1 ശമൂവേൽ പുസ്തകം 2-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു. മച്ചി 7 പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. കൊല്ലുവാനും ജീവിപ്പിക്കുവാനും അധികാരം കർത്താവിനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു മനുഷ്യനെ ഉയർത്തുവാനും മറ്റൊരു മനുഷ്യനെ താഴ്ത്തുവാനും കർത്താവിന് അധികാരമുണ്ട്. ഹല്ലേലൂയ. അതാണ് യഹോവ ദാരിദ്ര്യം നൽകുന്നു. ആമേൻ. കർത്താവ് ഐശ്വര്യം നൽകുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. സമ്പന്നന്മാർ ആഹാരത്തിന് വേണ്ടി കൂലിക്ക് നിൽക്കുകയാണ് ചെയ്യുന്നത്. അവൻ ഒരു കാലഘട്ടത്തിൽ ആഹാരത്തിന് വിശന്നവർ, വെള്ളത്തിനായി ദാഹിച്ചവർ, ഒരു തുണി ഉടുത്തിട്ട് മറുതുണി ഇല്ലാതെ വണ്ണം പ്രയാസപ്പെട്ടവർ, വേദന അനുഭവിച്ചവർ എന്ന് അവർ ധാരാളം വസ്ത്രങ്ങൾ അവർക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അതാണ് പറഞ്ഞ വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു, മച്ചി 7 പ്രസവിക്കുന്നു, പുത്ര സമ്പത്തുള്ളവർ ക്ഷയിച്ചു പോകുന്നു. നമ്മുടെ കർത്താവിന് കൊല്ലുവാനും ജീവിപ്പിക്കുവാനും അധികാരമുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത്. കർത്താവായ യേശു തന്നെ പരിചയപ്പെടുത്തുകയാണ് സഭയ്ക്ക്. കർത്താവ് വിശുദ്ധനെന്നും കർത്താവ് അതേ സത്യവാൻ എന്നും
കർത്താവിന് ദാവീദിൻ്റെ താക്കോൽ ഉള്ളവനുമാണ് എന്ന് കർത്താവിനെ അവിടെ പരിചയപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു അധികാരമുള്ളവനാണ്, കർത്താവിന് ശക്തിയുള്ളവനാണ്. ഹല്ലേലൂയ. അത് സാധാരണ ശക്തിയല്ല. എല്ലാറ്റിലും ഒറ്റ വാക്കിൽ പറയട്ടെ, പ്രപഞ്ചം മുഴുവനും അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ. സകലത്തിനുമേൽ അധികാരം നമ്മുടെ കർത്താവിനുണ്ട് പ്രിയമുള്ളവരെ. ആകയാൽ ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ നമ്മുടെ കർത്താവിനെ അറിയിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി തരുവാൻ, നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുവാൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ശക്തൻ തന്നെയാണ്. ഹല്ലേലൂയ. അതാണ് വചനം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, അവന് മനസ്സ് തകർന്നവരെ രക്ഷിക്കുകയാണ്. ആ നല്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ നിമിഷം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, അങ്ങ് സകലത്തിനുമേൽ അധികാരമുണ്ട് എന്ന് ഞങ്ങൾ തിരുവചനങ്ങളിലൂടെ ചുരുക്കമായി ചിന്തിപ്പാനായിടയായിരുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഏൽപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ.